ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മളെപ്പോഴും മുന്തിരി മേടിക്കുമ്പോൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന മുന്തിരിയുടെ തണ്ടില്ലേ, അത് വെച്ചിട്ടാണ് നമ്മളിന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗ്രേപ്സിൻ്റെ തണ്ട് കളക്ട് ചെയ്ത് വെക്കുക. ഇതധികം വെയിലത്തൊന്നിട്ട് ഉണക്കിയൊന്നും വേണ്ട. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എടുത്താൽ മാത്രം മതി. നമ്മൾ കൂടുതൽ ഉണക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അധികം വെയിലൊന്നും കൊള്ളിക്കണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തേക്കുന്നത് ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ തണ്ടെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാം. തണ്ടിൻ്റെ ഈ അറ്റത്തുള്ള ഇത്രയും അടുത്തായിട്ടുള്ളതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ നല്ലതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ബ്രാഞ്ചും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വേണം ഒന്ന് ഡ്രൈ ആക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിക്കും. നമ്മളുടെ തണ്ടെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് തണ്ടെടുക്കുമ്പോഴും ഇത്രയും ഒരു ഗ്യാപ്പ് വിട്ടേക്കണം. ഇനി നമുക്ക് ഇത് വെക്കാൻ ഒരു ബാസ്ക്കറ്റാണ് വേണ്ടത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു പഴയ ബോക്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. ഇത് നല്ലതുപോലെ കീറിയിട്ട് ഇത് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡയല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫെവിക്കോളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റിൽ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനൊരു 3-4 ലെയർ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡ് ഫാബ്രിക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് നമ്മൾ നല്ലതുപോലെ റെഡ് കളർ അടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മെറ്റലിക് ഗോൾഡ് കളർ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് നല്ലതുപോലെ കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് എങ്ങനെയാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറേ ക്യാൻഡിൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട് ഞാൻ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പം പെട്ടെന്ന് അത് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചരുവം എടുക്കണം. ഇതിൻ്റെ മേളിലിരിക്കത്തക്ക രീതിയിലായിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ചരുവത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്യാൻഡിൽസ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ മേളിലൊന്ന് വെച്ച് കൊടുക്കാം. ക്യാൻഡിൽ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അപ്പം ക്യാൻഡിൽ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നോർമൽ വാട്ടറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. മെഴുകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കീഴിലൊന്നും ഇരുന്ന് ചെയ്യാതിരിക്കുക. ഇത് പെട്ടെന്ന് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്ത വെള്ളവും പാത്രവും അതിൻ്റെ താഴെ തന്നെ വെച്ചേക്കുകയാണ്. ഇനി എങ്ങനെയായി പൂവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രേപ്സിൻ്റെ ഓരോ തണ്ടെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത്രയൊരു ഗ്യാപ്പ് വിടണമെന്ന്. ഇതിൽ പിടിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത്. ആദ്യം ഐസ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. അത് വാക്സിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് കൈ പതുക്കെ റിമൂവ് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പം കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ടെക്നിക്ക് ഒന്ന് പിടികിട്ടാൻ. അത് 2-3 തവണ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും.
ഇനി നമുക്കെങ്ങനെ മഞ്ഞ ഫ്ലവേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കണം. നല്ലതുപോലെ മഞ്ഞ ആവുന്നത് വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പം വെള്ളയായിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ലതുപോലെ മഞ്ഞ കളർ ആയിട്ടുണ്ട്. നമുക്കിനി മഞ്ഞ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. പിന്നെ ക്യാൻഡിലിൽ എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നടുക്ക് കണ്ടില്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡൂടെ വരുന്നുണ്ട്. അത് നല്ല രസമായിരിക്കും കാണുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസും യൂസ് ചെയ്തിട്ട് ചെയ്യാം. മഞ്ഞളാവുമ്പം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇത് ഒരു ഓറഞ്ച് കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാസ്ക്കറ്റ് റെഡിയാക്കണം. കുറച്ച് ന്യൂസ് പേപ്പർ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇത് പകുതിയോളം ഫില്ല് ചെയ്യണം ഇതുപോലെ പേപ്പർ വെച്ചിട്ട്. ഹാഫ് പോർഷൻ ഇത് കവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോയിലാണ് വേണ്ടത്. ഒരു അലൂമിനിയം ഷീറ്റാണ് എടുത്തേക്കുന്നത്. ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഒന്ന് പ്രിൻ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ന്യൂസ് പേപ്പർ എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഈ ഫോയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഐസ്ക്രീം ബോക്സിൻ്റെ അകത്ത് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മളുടെ ഫ്ലവേഴ്സ് ഇതിൻ്റെ അകത്ത് കുത്തി കുത്തി വെക്കണം. കുറച്ച് ചെറിയ തണ്ട് വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ അവിടെ ആയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ മെറിൻ. ബൈ.